ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം പറഞ്ഞാൽ ചിലർക്ക് കേൾക്കാൻ വലിയ മടിയാണ്. അത്തരം അനുഭവം കോഴിക്കോട് വടകര മീത്തല നിവാസികൾക്കുണ്ടായി. അവിടെ ദേശീയപാത നിർമ്മാണത്തിനിടെ വീണ്ടും മണ്ണിടിഞ്ഞു. നിർമ്മാണ കമ്പനിയുടെ ഗുരുതര വീഴ്ചയാണ് മീത്തല മുക്കാളിയിൽ മണ്ണിടിയാൻ കാരണം. ഇനിയും ഏതു സമയവും ഇടിയാമെന്ന നിലയിലാണ് ഇവിടുത്തെ ദേശീയപാത നിർമ്മാണം അശാസ്ത്രീയമെന്ന് നാട്ടുകാർ പലവട്ടം പറഞ്ഞതാണ്. പക്ഷേ ആര് കേൾക്കാൻ? തീ തിന്നുന്നത് നാട്ടുകാരെന്നു മാത്രം. രണ്ടാഴ്ച മുമ്പ് ഇടിഞ്ഞതിന് സമീപത്ത് തന്നെയാണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത്. ശേഷിക്കുന്ന ഭാഗവും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. മണ്ണിടിയുമെന്ന നാട്ടുകാരുടെ മുന്നറിയിപ്പ് ദേശീയപാതാ നിർമ്മാണ കമ്പനി കേട്ടില്ല. ഫലം മണ്ണിടിച്ചിൽ വ്യാപകമായി എന്നാണ്. അവധൂതമാതാ സമാധി മണ്ഡപത്തോട് ചേർന്നാണ് തുടർച്ചയായ മണ്ണിടിച്ചിൽ. ഈ ഭാഗത്ത് സോയിൽ നെയിലിംഗ് നടത്തിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. റോഡിന്റെ ഇരുവശങ്ങളിലും മണ്ണിടിഞ്ഞു. ഈ മേഖലയിൽ 20 അടിയോളം താഴ്ചയിൽ കോൺക്രീറ്റ് സുരക്ഷാ ഭിത്തി കെട്ടുന്ന പ്രവർത്തികൾ തുടങ്ങിയിരുന്നു. പണി ഇഴഞ്ഞാണ് നീങ്ങുന്നത്. അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് അപകടം വിളിച്ചു വരുത്തുന്നത്. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഈ കുളിച്ചതിന് ശേഷം പോകുമ്പോൾ തന്നെ ഇങ്ങനെ ജർക്കിങ് ഉണ്ടാകുന്നുണ്ട് ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ. അപ്പോൾ കുറേ പ്രാവശ്യം വന്നിട്ട് ഇവിടെ വന്ന് ആൾക്കാരെല്ലാം വന്ന് പറഞ്ഞ ശേഷം സംരക്ഷണ ഭിത്തി കെട്ടിത്തരും. കെട്ടിയതിന് ശേഷം സേഫ്റ്റി ആണെന്നാണ് പറയുന്നത്. ഇപ്പം ഇടിഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അവിടെ അവർ കക്കുയ്യാന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ സൈഡ് തുറന്ന കൊണ്ടാണ് ഇത് ഇടിഞ്ഞ് വീഴാനുള്ള ചാൻസ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അത് കുറച്ച് മഴയും കൂടിയും ഇല്ലാത്ത സമയത്താണ് ഇടിഞ്ഞത്. മഴയും കൂടി ഉണ്ടെങ്കിൽ വളരെ ഡേഞ്ചറായിരുന്നു. ഈ മണ്ണെടുത്തോണ്ടായി വീണ് നമുക്ക് പിന്നെ ഒന്നെങ്കിൽ സേഫ്റ്റി ആയിട്ട് കെട്ടി തന്നാൽ മതി. അതാ മണ്ണിടിച്ചിലിനെ തുടർന്ന് സമീപത്തെ വീട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റി. ദേശീയപാതയോരത്തെ വീടിനോട് ചേർന്ന ഭാഗമാണിത്. ഇവിടെ വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് ഇതിലും വലിയ ഒരു വിള്ളലാണ്. എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലാണത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആശങ്കയിലാണ് ഈ ഭാഗത്തുള്ളവർ. മണ്ണിടിച്ചിൽ ആവർത്തിക്കുമ്പോഴും ദേശീയപാത അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥരോ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടവരോ സ്ഥലത്തെത്താത്തതിൽ നാട്ടുകാർ അമർഷത്തിലാണ്. ഇത് ഒരു ഭാഗത്ത് പൊളിച്ചിടുന്ന പിന്നെ ആ പണി തീർത്തിട്ട് ബാക്കിയുള്ള പണി എടുക്കുക. ഇത് ഒന്ന് പൊളിച്ചിട്ട് അത് അവിടെ ഇട്ടിങ്ങാണ്ട് ഇപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് പൊളിക്കുക. ആ സംഗതി ഇവിടെ നടക്കത്തില്ല. എപ്പോഴത് ഇനി ഒന്നായിട്ട് ഇടിഞ്ഞു കഴിഞ്ഞ് താഴത്തേക്ക് വീഴാന്നുള്ളത് പറയാൻ പറ്റില്ല. ആര് പരിശോധിക്കാൻ, ആരാ പരിശോധിക്കേണ്ടത്? ഓരോ മുകളിലവിടെ കസാലിൻ്റെ മുകളിൽ കയറിയിരിക്കും, മറ്റുള്ളവർ വന്നിട്ട് ആ കാട്ടിക്ക് വിട്ടിട്ട് അങ്ങോട്ട് പോകും. തന്നെ അവർക്ക് രാവിലെയാണോ വൈകുന്നേരമായിട്ട് പൈസയുമായി പോകണം. അത്രയേ സ്ഥിതിയുള്ളൂ. നിർമ്മാണ ഭാഗത്തും അപകട ഭീഷണിയുണ്ട്. സമീപത്ത് സംരക്ഷണ ഭിത്തി കെട്ടുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ തൊഴിലാളികൾ ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയാണ് ജോലിയെടുക്കുന്നത്. ഇനിയും ഇടിഞ്ഞാൽ സമീപത്തെ വീടുൾപ്പെടെ താഴേക്ക് പതിക്കും. വീടിന്റെ വിറകുപുര ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം വൈകുന്നത് പ്രദേശവാസികൾക്ക് ആശങ്കയാകുന്നുണ്ട്. ഇവിടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാകണം. കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനങ്ങളുടെ ഈ പരാതിയും ആശങ്കയും ഒക്കെ ആരോട് പറയാൻ, ആരു കേൾക്കാൻ? നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എബ്രഹാം തോമസ് പറയുന്നു, ഒരു ദിവസം പൊതുജനം കഴുതയല്ല എന്ന പരിപാടിയില്ലെങ്കിൽ എന്തോ പോലെ ഒരു ബുദ്ധിമുട്ടാണെന്ന്. തീർച്ചയായും ഇത്തരം ജനകീയ വിഷയങ്ങളാണ് ഈ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തുക.
ഈ പണി നടക്കുന്ന എല്ലായിടത്തും അനാസ്ഥയാണ്. കൊല്ലത്തൊരു യുവാവ് അങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് രഘുനന്ദനൻ തിരുവല്ലവാരം പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മയെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിനിടെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ടിപ്പറിൽ നിന്ന് മണ്ണിറക്കുന്നതിനിടെ ആ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചു എന്ന ദാരുണ സംഭവം ഉണ്ടായത്. ആശാ സിംഗപ്പൂർ പറയുന്നു, ജനങ്ങളെ ദുരിതത്തിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു വെക്കുന്നത് എന്തിനാണ്? പണിയൊട്ട് നടത്തുന്നുമില്ല, കഷ്ടം തന്നെ, ആരോട് പറയാൻ, ആരു കേൾക്കാൻ എന്ന് ആശാ സിംഗപ്പൂർ പറയുന്നു. രവികുമാർ പറയുന്നു, ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതി നോക്കിയല്ലേ നിർമ്മാണ പ്രവർത്തികൾ നടത്തേണ്ടത് എന്ന കാര്യം. ഇതറിയാത്ത എഞ്ചിനീയർമാരാണോ ഈ റോഡ് പണിക്ക് നേതൃത്വം നൽകുന്നത്? ഇങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനി മറ്റൊരു സംഭവത്തിലേക്കാണ്. നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ പരിമിതികളിൽ വീർപ്പുമുട്ടുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തിരുവനന്തപുരത്തെ SAT ആശുപത്രി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വൃത്തിഹീനമായ അന്തരീക്ഷവും രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണ് ഈ ആശുപത്രിയിൽ. നമുക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ്, ആശുപത്രിക്കും വേണം ചികിത്സ. ആടിയുലയാത്ത കപ്പലിൽ പക്ഷേ ആരോഗ്യ കേരളം ആകെ മൊത്തം വെന്റിലേറ്ററിലാണെന്നാണ് ആക്ഷേപം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറമെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രിയിലും സിസ്റ്റം തകരാറിലാണെന്ന് പരാതിയുണ്ട്. അതൊക്കെ ശരിയാണോ? പരിശോധിക്കുകയാണ് ഞങ്ങൾ. SATയുടെ സമയം അത്ര ശരിയല്ല. ഈ ക്ലോക്കിൽ മാത്രമല്ല, ഇവിടെ എത്തുന്ന രോഗികൾക്കും ഇവിടുത്തെ ജീവനക്കാർക്കുമൊക്കെ അങ്ങനെ തന്നെ. ഏറ്റവും ഒടുവിൽ അണുബാധ മൂലം മരിച്ച ശിവപ്രിയയുടെ കുടുംബം പോലും പഴിയത്രയും SATക്ക് മേൽ ചാർത്തുകയാണ്. അണുബാധ ഉണ്ടായെന്ന് അവർ പറഞ്ഞില്ല. അസിനറ്റോബൈക്ടർ എന്നുള്ള അണുബാധയാണ് ഉണ്ടായെന്ന് റിസൾട്ടിലൂടെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, അസിനറ്റോബൈക്ടർ ആണോ എന്ന് ചോദിച്ച സമയത്താണ് അവർ പിന്നെ ഓന്ന് സമ്മതിക്കുകയും ചെയ്ത്. എല്ലാ കാര്യത്തിനും കാലതാമസമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ 4 ദിവസം കൊണ്ട് എവിടെയൊക്കെ കയറണം അവിടെയൊക്കെ കയറിയിട്ടുണ്ട്. പിഴവ് എവിടെയാണ് ഉണ്ടായത്. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെതായ ജസ്റ്റിസും വേണം. എൻ്റെ ചേച്ചിക്ക് ജസ്റ്റിസ് വേണം. ഇത്രയും ദിവസം കിടന്ന് എൻ്റെ ചേച്ചിയാണ് അനുഭവിച്ചത്. പക്ഷേ ആശുപത്രി അധികാരികൾക്ക് പതിവ് പല്ലവി തന്നെ, പിഴവില്ല. ലേബർ റൂമിൽ നിന്നും ഒരു അണുബാധ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ എടുക്കാൻ സാധിക്കില്ല. ഇവിടെ ഇനിയും നമ്മുടെ അഡ്മിറ്റ് ആയിരിക്കുന്ന രോഗികൾക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ട. എല്ലാവർക്കും വളരെ സുരക്ഷിതമായി തന്നെ നമ്മളിവിടെ ചികിത്സ തുടരുന്നതാണ്. അണുബാധയുണ്ട്, ലേബർ റൂമിൽ അണുബാധയുണ്ട് എന്നുള്ള ഒരു സംശയം ആർക്കും വേണ്ടതില്ല. വനിതകളുടെ വിശ്രമ കേന്ദ്രം തുറന്നു നൽകിയിരിക്കുന്നത് പുരുഷന്മാർക്ക്. അവിടെയാണെങ്കിൽ ശൗചാലയത്തിന് കൊളുത്തുപോലുമില്ലാത്ത പരിതാപകരമായ അവസ്ഥ. ടോയ്ലറ്റിലൊരു നല്ലൊരു കുറ്റിയില്ല. ആ കുറ്റിയില്ലാത്തതിൻ്റെ വല്ല പലരും ടോയ്ലറ്റ് ഇരിക്കുന്ന സമയത്ത് അത് തള്ളി തുറന്ന് അകത്ത് കയറുന്നു. അത് ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകുന്നു. മറ്റൊരു കാര്യം, ദിവസങ്ങളോളം ആ വാഷ് ബേസിൽ വെള്ളം വേസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു വർക്കാണ്, പക്ഷെ അത് ഇതുവരെയും ശരിക്കായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല. അധികൃതരോട് പരാതി പറഞ്ഞാൽ മികച്ച സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ നിഷേധാത്മക മറുപടി. ഇതിനാൽ പലരും പണം കൊടുത്തുപയോഗിക്കുന്ന ടോയ്ലറ്റുകളെ ആശ്രയിക്കുന്നു. പരാതി പറയാൻ മടിച്ച മൗനം പാലിക്കുന്നു. ബാത്റൂമിൽ ലോക്കില്ല, വെള്ളം അവിടെ കെട്ടിക്കിടക്കുകയാണ്. പിന്നെ ടോയ്ലറ്റിന് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചാൽ അത് പോകില്ല. ആശുപത്രി പരിസരമാകെ മലിനം. ലഹരി ഉൽപ്പന്നങ്ങളുടെ കവറുകളും മദ്യക്കുപ്പികളും വരെ. കക്കൂസ് മാലിന്യം ഒഴുക്കുന്ന കുഴലുകൾ പോലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. ആശുപത്രിക്കകത്തും പുറത്തും കാണാം എലിമാളങ്ങൾ. വാർഡിന് പുറത്ത് വരാന്തയിൽ കിടന്നുറങ്ങിയ കൂട്ടിരിപ്പുകാരനെ എലി കടിച്ചതും അടുത്തിടെ. എലിയെ പിടിക്കാൻ ഉഗ്രവിഷമുള്ള പാമ്പുകളുമുണ്ടെന്നാണ് പറച്ചിൽ. ചിലതിനെ തല്ലിക്കൊന്നുവന്നു. ആശുപത്രിക്കകത്തെ സ്ഥിതി ഇതിലും മോശം. പൊട്ടിപ്പൊളിഞ്ഞ ഓരോ കട്ടിലുകളിലും കിടക്കാൻ വിധിക്കപ്പെടുന്നത് ഒന്നിലധികം രോഗികൾ. ഉച്ചയൂണ് സമയം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അടയ്ക്കും. പിന്നെ കൂട്ടിരിപ്പുകാരും രോഗികളുമൊക്കെ വൃത്തിഹീനമായ വരാന്തകളിലും ശൗചാലയങ്ങൾക്ക് മുന്നിലും ഇരുന്ന് ഭക്ഷണം കഴിക്കണം. സൗജന്യ ചികിത്സ എന്നൊക്കെ പറയുമെങ്കിലും മിക്ക മരുന്നുകളും ടെസ്റ്റുകളും പുറത്തുനിന്നാണ്. ചികിത്സയ്ക്ക് പൈസ വേണ്ട, രക്തം മൊത്തവും മൂത്രവും പരിശോധിക്കുന്നതിന് പൈസ വേണം. സർക്കാർ പദ്ധതികൾ പോലും അട്ടിമറിക്കപ്പെട്ടു. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീടുകളിലെത്തിക്കുന്ന മാതൃയാനം പോലെയുള്ള പദ്ധതികളാണ് അട്ടിമറിച്ചതായി പരാതിയുള്ളത്.
പരാതികളും പരിദേവനങ്ങളും ഇങ്ങനെ നീളുമ്പോഴും ആശുപത്രി അധികൃതർ എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായി എഴുതിത്തള്ളുന്ന തിരക്കിലാണ്. പരാതികൾ ആകെ മൊത്തം പരിഹരിക്കുക പ്രയാസം. പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാതെ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന പറച്ചിലിന് അധികാരികളെ അർത്ഥമില്ല. SIT ആശുപത്രിയിൽ നിന്നും ജിഷ്ണു സുരേന്ദ്രനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം. തിരുവനന്തപുരം SIT ആശുപത്രിയുടെ ഈ ദുരിതാവസ്ഥ അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കാരണം എത്രയോ പാവപ്പെട്ട രോഗികളുടെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ആശുപത്രിയാണ് തിരുവനന്തപുരം SIT ആശുപത്രി. അവിടുത്തെ ഈ പ്രശ്നങ്ങൾ ഉടനടി തന്നെ പരിഹരിക്കേണ്ടതാണ്. നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടും വരുന്നുണ്ട്. രവികുമാർ PB പറയുന്നു, ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചേ തീരൂ എന്ന്. സീന മുഹമ്മദ് പറയുന്നു, എല്ലാം ഒറ്റപ്പെട്ട സംഭവമെന്ന് അധികാരികൾ പറയുമെന്ന്. ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നു, ആശുപത്രി അധികൃതർ ശ്വാസം എടുക്കേണ്ടവരല്ല, ശ്വാസം നിലനിർത്തേണ്ടവരാണ് എന്ന്. ഇങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടും വരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നട തുറക്കാൻ ഇനി വെറും 4 ദിവസം മാത്രം. മുന്നൊരുക്കങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് സ്ഥിതി. തീർത്ഥാടന പാതയിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. പ്രധാന ഇടത്താവളങ്ങളിലെയും സ്ഥിതി മറിച്ചല്ല. കാണാം കഠിനമെൻ്റെ അയ്യപ്പ. സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ മറ്റൊരു മണ്ഡലകാലം കൂടി ആരംഭിക്കുമ്പോൾ ഒരുക്കങ്ങൾക്ക് ഒച്ചിനേക്കാൾ വേഗത കുറവാണ്. പമ്പയിൽ ഇതുവരെ ഒരു മന്ത്രിതല അവലോകന യോഗം പോലും ചേർന്നിട്ടില്ല. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. തീർത്ഥാടനത്തിന് മുൻപ് ശബരിമല പാതകളെല്ലാം ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. എന്നാൽ കോടതി അംഗീകരിച്ച 17 തീർത്ഥാടന റോഡുകളിൽ ഭൂരിഭാഗത്തിലും ഇതുവരെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടില്ല. ചെങ്ങന്നൂർ, തിരുവല്ല എന്നിവിടങ്ങളിൽ ഇറങ്ങുന്ന തീർത്ഥാടകർ ആശ്രയിക്കുന്ന പത്തനംതിട്ട വഴിയുള്ള TK റോഡിന്റെ പണിതീരാൻ ഇനിയും മാസങ്ങളെടുക്കും. പമ്പയിലേക്കുള്ള പ്രധാന പാതയായ മണ്ണാറക്കുളഞ്ഞി ചാലക്കയം റോഡിന്റെ വശങ്ങളിലെ കാട് ഇതുവരെ വെട്ടിത്തെളിച്ചിട്ടില്ല. സൂചനാ ബോർഡുകൾ മിക്കതും നശിച്ച അവസ്ഥയിലാണ്. പത്തനംതിട്ട നഗരത്തിൽ തീർത്ഥാടകർ ആശ്രയിക്കുന്ന മൈലപ്ര റോഡ് നഗരത്തിലാണെങ്കിലും ആകെ കുഴികളാണ്. നഗരത്തിലെ ഇടത്താവളത്തിന്റെ ഒരുക്കങ്ങളും പാതി വഴിയിലാണ്. കോഴഞ്ചേരി റാന്നി റോഡിൽ പുതമൺ എന്നൊരു പാലമുണ്ട്. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു പാലമാണ്. ആ പാലത്തിൻ്റെ പണി എങ്ങും എത്തിയിട്ടില്ല. കഴിഞ്ഞ തീർത്ഥാടന കാലത്തും ഭക്തജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി. അതേപോലെ തന്നെ തിരുവല്ല പത്തനംതിട്ട റോഡ് തീർത്ഥാടകർ വളരെയധികം എത്തുന്ന ഒരു റോഡാണ്. ആ റോഡിൻ്റെയും പണി വളരെ മന്ദഗതിയിലാണ്. അതേപോലെ ദിശാ ബോർഡുകളൊന്നും തന്നെ വെച്ചിട്ടില്ല. ഇത്തവണ അവലോകന യോഗങ്ങൾ പോലും കൂടിയിട്ടില്ല എന്നുള്ളതാണ്. വളരെ ശോചനീയമായ അവസ്ഥയായിരിക്കും ശബരിമലയിലെ കാര്യങ്ങൾ ഇത്തവണ നടക്കാൻ പോകുന്നതെന്നാണ് ഞങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. മുൻകാലങ്ങളിൽ ശുചിമുറി മാലിന്യങ്ങൾ തള്ളുകയായിരുന്നു പമ്പയിലേക്ക്. അതേപോലെ തന്നെ ഹോട്ടൽ മാലിന്യങ്ങൾ പമ്പയിലേക്ക് തള്ളുകയായിരുന്നു. പക്ഷേ ഇത്തവണ പ്രാഥമിക കൃത്യങ്ങൾക്ക് തന്നെ പമ്പയെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് വരുന്നത്. കാരണം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല. ഈ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്കുള്ള ശൗചാലയങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ഭക്തജനങ്ങളൊക്കെ തന്നെ പുണ്യനദിയായ പമ്പയിൽ സ്നാനം നടത്തി വേണം ശബരിമല ദർശനത്തിനായിട്ട് പോകേണ്ടത്. നിലയ്ക്കലിലും പമ്പയിലും കാര്യങ്ങൾ സമാനമാണ്. തീർത്ഥാടകർക്കായിട്ടുള്ള വിശ്രമ കേന്ദ്രത്തിന്റെയും ശുചിമുറികളുടെയും പണികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. പമ്പയിൽ ഇതുവരെ ഒരു മന്ത്രിതല അവലോകന യോഗം പോലും ചേർന്നിട്ടില്ല എന്നത് കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്വർണ്ണക്കൊള്ള വിവാദവും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കിലേക്ക് കടന്നതുമാണ് മെല്ലെപ്പോക്കിന് ആക്കം കൂട്ടിയത്. ഇത്തവണ തീർത്ഥാടന മേഖലയിൽ രാസകുങ്കുമത്തിന്റെ വിൽപ്പന ഹൈക്കോടതി നിരോധിച്ചിട്ടുണ്ട്. ആരോഗ്യ പരിസ്ഥിതി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പേട്ട തുള്ളുന്ന തീർത്ഥാടകർക്ക് വിൽപ്പന നടത്താൻ വൻതോതിൽ രാസകുങ്കുമം തമിഴ്നാട്ടിൽ ഓർഡർ നൽകിയ കച്ചവടക്കാർ ഇതോടെ വെട്ടിലായി. രാസകുങ്കുമം തുടർച്ചയായി ശ്വസിക്കുന്ന നാട്ടുകാർക്കും കച്ചവടക്കാർക്കും ശ്വാസകോശ രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും, ഉപയോഗിക്കുന്നവരിൽ ത്വക്ക് രോഗങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേട്ട തുള്ളിയ ശേഷം ഇവർ വലിയ തോട്ടിലാണ് കുളിക്കുന്നത്. 10,000-കണക്കിന് തീർത്ഥാടകർ തോട്ടിൽ കുളിക്കുമ്പോൾ തോട്ടിലെ ജലത്തിൽ രാസകുങ്കുമം കലരുന്ന സ്ഥിതിയായിരുന്നു. തീർത്ഥാടകർക്ക് കുളിക്കുന്നതിന് തോടിന് സമീപം ചെറിയ സാമ്പിൾ പാക്കറ്റ് ഷാംപൂവും സോപ്പും വിൽപ്പനയുണ്ട്. ഇവയുടെ കവറുകൾ വൻതോതിൽ തോട്ടിലും കരയിലും തള്ളുന്നതും വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഇതാണ് ഹൈക്കോടതി ഇടപെടലിലൂടെ നിരോധിച്ചത്. എരുമേലിയിൽ മാത്രം ഒരു തീർത്ഥാടന കാലത്ത് 25 ടണ്ണിന് മുകളിൽ രാസകുങ്കുമം വിൽപ്പനയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഏതാനും ചില മൊത്തക്കച്ചവടക്കാരാണ് രാസകുങ്കുമം എരുമേലിയിൽ എത്തിച്ച് ചെറു പാക്കറ്റുകളാക്കി വിൽപ്പന നടത്തുന്നത്. പ്രകൃതിക്കിണങ്ങുന്ന ജൈവ കുങ്കുമമാണ് വേണ്ടതെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്.
പോരായ്മകൾ നിരവധിയുണ്ടെങ്കിലും തീർത്ഥാടകർക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക വിശദീകരണം. വരും ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തുക. അധികാരികൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അയ്യപ്പന്മാരുടെ മലകയറ്റം കഠിനമാകും. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. നിസാം കൊല്ലം പറയുന്നു, ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ശബരിമലയിൽ അവിടെ ബാത്റൂം സൗകര്യം വളരെ കുറവാണ് എന്ന കാര്യം. അതുപോലെ മോഹനൻ പറയുന്നു, കാനനവാസനെ കാണാൻ കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ കൂടിയുള്ള ദർശനമാണ് ഭക്തിസാന്ദ്രമായ യാത്രയെന്ന്. ബീന പറയുന്നു, ഭക്തരുടെ പൈസ മാത്രം മതിയോ, അവർക്ക് വേണ്ടി മുന്നൊരുക്കങ്ങൾ ചെയ്യണം, അതിനുള്ള കരുണയെങ്കിലും കാണിക്കണമെന്നിങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് നിസ്സഹായയായ ഒരു വീട്ടമ്മയുടെ ദുരവസ്ഥയെക്കുറിച്ചാണ്. സംഭവം മലപ്പുറത്താണ്. രോഗവും കടക്കണിയും മൂലം ബാങ്ക് ജപ്തി ചെയ്തതോടെ കിടപ്പാടമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് മങ്കട സ്വദേശിനി റഹ്മത്ത്. അത്യാവശ്യ സാധനങ്ങൾ ചേർത്തുപിടിച്ച് വീടിൻ്റെ ഉമ്മറത്താണ് റഹ്മത്ത് രാവും പകലും കഴിയുന്നത്. ഈ വാർത്ത കാണുന്ന പ്രേക്ഷകർ ഈ വീട്ടമ്മയെ ആവും മട്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അക്കൗണ്ട് നമ്പർ ഈ വാർത്തയ്ക്കൊടുവിൽ ഉണ്ട്. രോഗവും കടവും പിടിപെട്ടാൽ ഏതൊരു മനുഷ്യനും തകർന്നു പോകും. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് രാമപുരത്തെ റഹ്മത്ത് കടന്നു പോകുന്നത്. ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട റഹ്മത്ത് തുന്നൽ ജോലി ചെയ്താണ് 3 പെൺകുട്ടികളെയും വളർത്തിയിരുന്നത്. പഞ്ചായത്തിൽ വീടിന് അപേക്ഷിച്ചെങ്കിലും ലഭിക്കാതെ വന്നതോടെ 2017 ബാങ്കിൽ നിന്ന് വീട് വയ്ക്കാൻ 13 ലക്ഷം രൂപ വായ്പയെടുത്തു. ഇതുവരെ 6.5 ലക്ഷം രൂപ തിരിച്ചടച്ചു. ഇനി 16 ലക്ഷം അടയ്ക്കണമെന്നാണ് ബാങ്ക് പറയുന്നത്. അല്ലല്ലോ കോട്ടേഴ്സിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽക്കൂടി കുറച്ചും കൂടി എടുത്തുകൊണ്ട് അടച്ചാൽ എനിക്ക് എൻ്റെ സ്വന്തം വീട് വീട് വെച്ചതാണ്. അതിൽ 13 ലക്ഷം ഉറുപ്പിയിൽ ഞാൻ 6 അടച്ചിട്ടുണ്ട്. 6 അടച്ച് പിന്നെ ഇപ്പോഴും വീണ്ടും അത് 20 ആയിട്ടുണ്ട്. 20 ഞാൻ കുറക്കാൻ പറഞ്ഞ 4 കുറച്ചിപ്പോൾ 16 നിൽക്കണേ. എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ല അടക്കാൻ. എനിക്കെൻ്റെ വീട് എനിക്ക് വേണം. 3 പെൺകുട്ടികളും കെട്ടിച്ചോർത്താണ്. ഒന്ന് കെട്ടിച്ച് കാര്യം തീർത്താണ്. എനിക്ക് വേറെ ആരുമില്ല, ആൺകുട്ടികളും ഇല്ല. അപ്പോൾ എനിക്ക് ആൺകുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു സപ്പോർട്ടിന് ആളുണ്ടായിരുന്നു. ഇതാരുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ലോണ് തിരിച്ചടക്കണം, എനിക്ക് വീട് വേണം. കാനറ ബാങ്ക്, രാമപുരം കാനറ ബാങ്ക്. കോവിഡ് സമയത്ത് റഹ്മത്തിനും രോഗം ഗുരുതരമാവുകയും ജോലിക്ക് പോകാൻ കഴിയാതെ വരികയും ചെയ്തു. രോഗങ്ങൾ കൂടി, വാങ്ങേണ്ട മരുന്നുകളുടെ എണ്ണവും വർദ്ധിച്ചു. ഇതിനിടെ തിരിച്ചടവും മുടങ്ങി. കഴിഞ്ഞ ദിവസം ബാങ്ക് വീട് ജപ്തി ചെയ്ത് നോട്ടീസ് പതിച്ചു. ഇപ്പോഴത്തെ സ്ഥിതി എൻ്റെ അടുത്ത് ഒന്നിനും കഴിയില്ല. എനിക്കൊന്നുമില്ല, എൻ്റെ അടുത്ത് ഒന്നുമില്ല. എനിക്ക് എൻ്റെ മക്കൾ തന്നെ എന്തെങ്കിലും ചെറിയ പൈസ തന്നിട്ടാണ് ഞാൻ കഴിഞ്ഞു കൂടുന്നത്. വേറെ എൻ്റെ അടുത്ത് പൈസകളൊന്നുമില്ല. എനിക്ക് വരുമാനമില്ല. എനിക്ക് അസുഖങ്ങൾ കുറേ ഉണ്ട്. ഇല്ല, ഷുഗറും പ്രഷറും അത് ചെറിയൊരു ഇപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോകാൻ നിൽക്കും. നെഞ്ചുവേദനയായിട്ട് ഭയങ്കര, അതിപ്പോൾ ഞാൻ ടെൻഷനോടാണ്. എന്നാളിപ്പോൾ ടെസ്റ്റ് ചെയ്തു പോലും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാലും പിന്നെ എർണിയ, വയറിൻ്റെ പ്രശ്നങ്ങൾ, ഒരുപാട് അസുഖങ്ങൾ എനിക്കുണ്ട്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും തൈറോയ്ഡ് യൂറിക് ആസിഡ് എല്ലാം ഉണ്ട്. ഞാൻ എല്ലാറ്റിനും മരുന്ന് കുടിച്ചിട്ട് വ്യക്തിയാണ്. പിന്നെ കൊണ്ടൊന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. എനിക്ക് എന്തായാലും ഇത് തീർക്കണം. എനിക്ക് ഈ വീട് തിരിച്ചു കിട്ടിയാൽ മതി. എങ്ങോട്ട് പോകണമെന്നറിയാതെ ദുരിതത്തിലായ റഹ്മത്തിനെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. റഹ്മത്തിന്റെ വീട്ടുവാതിൽ പൂട്ടിയെങ്കിലും മനുഷ്യ മനസ്സിന്റെ വാതിൽ കൊട്ടിയടക്കരുത്. ഈ പാവപ്പെട്ട മനുഷ്യനെ ചേർത്ത് പിടിക്കണം. സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഈ റഹ്മത്തിനെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ മുന്നോട്ട് വരട്ടെ. ആ വീട്ടമ്മ വളരെ കഷ്ടപ്പെട്ട് നിർമ്മിച്ച വീടാണ്. ആ വീട്ടിൽ നിന്നാണിപ്പോൾ കുടിയിറക്കപ്പെട്ടിരിക്കുന്നത്. സന്മനസ്സുള്ളവർ സഹായിക്കട്ടെ. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. വാഗ്ദാനങ്ങൾ നിറവേറ്റാത്ത രാഷ്ട്രീയക്കാരെ പാഠം പഠിപ്പിക്കാനുള്ള അവസരമാണ് വോട്ടുകാലം. അത്തരം വാഗ്ദാന ലംഘകരോട് വോട്ടില്ലെന്ന് പറയുകയാണ് കണ്ണൂർ, പാനൂർ, പുത്തൂരിലെ ജനങ്ങൾ.
3 വർഷമായി തകർന്ന റോഡ് പുനർനിർമ്മിക്കാനോ അറ്റകുറ്റപ്പണി നടത്താനോ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ വോട്ട് ബഹിഷ്കരണാഹ്വാന ബോർഡ് ഇവിടെ ഉയർന്നു കഴിഞ്ഞു. പാനൂർ പുത്തൂർ റോഡിൽ നിന്ന് ബൈപ്പാസ് ഭാഗത്താണ് വോട്ട് ചോദിച്ച് ഇതുവഴി ആരും വരേണ്ട എന്ന ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. വോട്ട് നമ്മുടെ അവകാശമാണ്, അത് പാഴാക്കരുത്. പാഠം പഠിപ്പിക്കണമെന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് വോട്ട് ചെയ്യാതിരിക്കരുത്. ബഹിഷ്കരണാഹ്വാനം എന്നത് അത് ജനാധിപത്യത്തിൽ അത്ര നല്ലതാണോ എന്ന് ചിന്തിക്കണം. പക്ഷേ ഈ വാഗ്ദാന ലംഘകരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ഇനി പലതരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളുമായി എല്ലാ പാർട്ടിക്കാരും തങ്ങളടുത്തു വരുമെന്ന ഈ നാട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് മുൻകൂറായി അവർ ഇത്തരത്തിലൊരു ബോർഡ് വെച്ചത്. വോട്ട് ചോദിച്ച ഒരാളും ഈ വഴിക്ക് വരണ്ട, ഞങ്ങൾ വോട്ട് തരില്ല. കാരണം നാളുകളായുള്ള അവരുടെ ആവശ്യം അത് നിറവേറ്റാൻ ഇതുവരെ ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല. ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യമാണ് ഗതാഗത യോഗ്യമായ ഒരു റോഡ്. നാളുകളായി ഈ ആവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയെടുക്കാത്ത പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ ഇങ്ങനെയൊരു ബോർഡ് വെക്കേണ്ടി വന്നത്. പാനൂർ പുത്തൂർ റോഡിൽ നിന്ന് ബൈപ്പാസ് ഭാഗത്താണ് വോട്ട് ചോദിച്ച് ഇതുവഴി ആരും വരണ്ട എന്ന ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. എല്ലാ കൊല്ലവും ഇതിൻ്റെ വർക്ക് അങ്ങനെ റിപ്പയർ ചെയ്യലാന്ന് തോന്നുന്നു. പക്ഷേ എവിടെ ഒരു ഉപകാരത്തിലെത്തുന്നില്ല. ഒന്നൊരു ശാസ്ത്രീയമായ ഒരു രീതിയിലൊന്നുമില്ല ഇതിൻ്റെ പണി നടക്കുന്നത്. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ്. കുത്തി ഒലിച്ച് വരുന്ന വെള്ളം ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനൊന്നും വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനമൊന്നും ഈ നിർമ്മാണത്തിൽ കാണുന്നില്ല. വളരെ പ്രധാനപ്പെട്ട റോഡുകളാണ്. കിഴക്കൻ മേഖലയിൽ വരുന്ന എല്ലാ വാഹനങ്ങളും 40-50 ബസ്സുകൾ, നൂറുകണക്കിന് സർവീസ് ട്രിപ്പുകളിൽ പോകുന്നുണ്ട്. അതും ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. പക്ഷേ മഴക്കാലമായാൽ വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ അനുഭവം എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ കഴിയാത്തൊരു അവസ്ഥയാണുള്ളത്. ഇത്രയും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ആ റോഡിൻ്റെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അധികൃതരുടെ കടമയാണ്. പുത്തൂർ ഭാഗത്തു നിന്ന് പാനൂരിലേക്ക് വരുന്ന ബസ്സുകൾ KPA റഹീം മാസ്റ്റർ ബൈപ്പാസ് റോഡിലൂടെയാണ് ബസ് സ്റ്റാൻഡിലെത്തുക. ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ദുരിതത്തിലാണ്. പാനൂർ ടൗണിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനാണ് ഈ ബൈപ്പാസ് റോഡ്. റോഡിൻ്റെ ചില ഭാഗങ്ങൾ പലപ്പോഴും തകർന്ന നിലയിലായിരിക്കും. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഭാഗം നേരത്തെ കട്ട പതിച്ചിരുന്നു. മഴ കനത്തതോടെ ബാക്കി ഭാഗം തകർന്നു. കാലങ്ങൾ കുറേയായി നമ്മൾ പല രീതിയിലും പ്രതികരിച്ചിട്ട് അധികൃതരുടെ അനാസ്ഥ കാരണം ഇതുവരെ നടന്നില്ല. അത് മാത്രമല്ല വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാം കൊണ്ടും സ്കൂൾ കുട്ടികളായിക്കോട്ടെ, സ്കൂൾ വണ്ടികളായിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ ജംഗ്ഷനിൽ ഭയങ്കരമായ ട്രാഫിക് ബ്ലോക്കാണ്. ഈ റോഡ് ക്ലിയർ ആണെങ്കിൽ ക്ലിയറായിട്ട് നമുക്ക് പിന്നെ ബ്ലോക്കില്ലാതെ വളരെ നല്ല രീതിയിൽ വാഹനങ്ങൾ കൊണ്ടുപോകാം. കഴിഞ്ഞ ദിവസം ചില ഭാഗത്ത് വീണ്ടും കട്ടകൾ പതിച്ചു. എന്നാൽ പതിക്കാൻ ബാക്കിയുള്ള ഭാഗം ഇപ്പോഴും തകർന്ന നിലയിലാണ്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇത്തരമൊരു ബോർഡ് നാട്ടുകാർ സ്ഥാപിച്ചത്. നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനുമില്ലേ ഒരു അതിര്? പ്രാഥമികമായിട്ട് റോഡെന്ന ആവശ്യമാണ് ജനങ്ങൾ ജനപ്രതിനിധികളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അതുപോലും നിറവേറ്റി തരാത്തവർക്ക് വീണ്ടും എങ്ങനെയാണ് വോട്ട് ചെയ്യുക? കണ്ണൂരിൽ നിന്നും ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ജോസ്വിൻ ജോസഫ് പറയുന്നു, വർഷാവർഷം ഇലക്ഷൻ വന്നാൽ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന്. അതുപോലെ നോട്ടയ്ക്ക് കൊടുത്താലും പ്രശ്നമില്ല, വാക്കുപാലിക്കാത്തവർക്ക് വോട്ട് കൊടുക്കരുതെന്നാണ് രവികുമാർ പറയുന്നത്. ഇങ്ങനെ നിരവധി പ്രതികരണങ്ങൾ. മോഹൻ പറയുന്നു, വോട്ടവകാശം നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിനുള്ള ഒരു അവസരമാക്കരുത്. പൊതുവായി വരുന്ന പ്രശ്നപരിഹാരത്തിന് ജനപ്രതിനിധികളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക, വോട്ട് ചെയ്യുക തന്നെ വേണമെന്ന്. ഇങ്ങനെ വ്യത്യസ്തമായ പല പ്രതികരണങ്ങളും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതോടെ പൊതുജനം കഴുതയല്ല സാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.